മുച്ചിപ്പി അസ്കറോടല്ല വരുന്നത്. ഇൻഷാ അല്ലാ നാളെ രാത്രി പോകും. ഗൾഫേരെന്താ പുറത്തിറങ്ങും ഓല് ഫുൾ ടൈം ഔത്തല്ലേ. എന്താ എനിക്ക് അവര് പറഞ്ഞ മാതിരി കുറച്ചേരം വീട്ടുകാരോട് സ്പെൻഡ് ചെയ്തൂടെ? എന്ത് പറ്റണ എനിക്ക്? ഒന്നുമില്ല, ഞാൻ വരുന്നത്. ഓപ്പം നാളെ പോണ ടെൻഷനിലാണ്. അത് ശരിയാ. ഓ വന്നത് മുതൽ നമ്മളെ കൂടെ തന്നെ അല്ലായിരുന്നു. ഈ ഇടായിട്ട് അവനെ അവിടെ ഇവിടെ ഒറ്റക്ക് കാണുന്നുണ്ട്. ഓന്റെ ഇന്നത്തെ അവസ്ഥ എനിക്കറിയാം. അതെന്ത്? 5 വർഷമായിട്ട് ഞാനും ഗൾഫിലല്ലേ. ഗൾഫിലെ കട പൊളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ എന്റെ പഴയ പരിപാടിയായിട്ട് ഞാൻ ഇവിടെ സെറ്റിലായി. എന്നാ ഞാനേ പോട്ടെ, എനിക്ക് കുട്ടികളെ കൊണ്ടുവരാൻ. ആ അടിപൊളിയായി വെട്ടിക്കോ. ഇനി 2-3 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അവസരമുള്ളൂ. ഈ 2-3 വർഷമൊക്കെ നിൽക്കുന്നത് ഗൾഫുകാർക്കെന്നും ബാധ്യതയാണ്. ഒന്ന് തീരുമ്പോഴേക്കും ഒന്ന്. നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളി വരുന്നത് ഞങ്ങൾ പോരുത്തർക്കാണ്. എന്ത് പ്രയാസത്തിലാണെങ്കിലും കുഞ്ഞോൻ പോയില്ലെന്ന് അവിടെ ഒന്ന് പോയി നോക്കണ്ടേ? ആ പോവാ. ഓനോടെ ആബിദിനോടൊന്ന് ചോദിച്ചാലോ നമ്മള്? കുഞ്ഞോനെ കണ്ടില്ലടാ. എന്നാ നമ്മൾ ഓനൊന്ന് വിളിച്ചാലോ? ഹലോ കുഞ്ഞോനെ, എവിടെ? ഗ്രൗണ്ടിലോ? അവിടെ എന്താ പരിപാടി? ആ അവന് ഗ്രൗണ്ടിലാണ്. നമ്മളൊന്നൊന്ന് പോയി നോക്കാം.
ഇന്ന് പോകല്ലേ, വല്ലാത്തൊരവസ്ഥയാണടാ. വീട്ടുകാരും നമ്മളെ നാടും നമ്മളെ ഈ കളിസ്ഥലവും നമ്മൾ വൈകുന്നേരം ഒരുമിച്ച് കൂടുന്നതും അതൊക്കെ ഇനി എന്നാ അറിയില്ല. ചിലപ്പോൾ 2-3 വർഷം കഴിയേണ്ടി വരും. എന്താ അങ്ങനെയൊക്കെ? ഈ പ്രവാസം എന്ന് പറഞ്ഞത് വല്ലാത്ത വിങ്ങലാടാ. പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, സാഹചര്യമാണ്. നീ 5 വർഷം ഗൾഫിലല്ലേനാ? എനിക്ക് മനസ്സിലാവിടാ. എൻ്റെ ചെറിയ മോൻ്റെ കളിയും ചിരിയും പോകാനായപ്പോൾ വല്ലാത്ത അടുപ്പായി എന്നോട്. നമ്മൾ നാട്ടിൽ വന്നിട്ട് മക്കളൊക്കെ ഒന്ന് അടുത്ത് വരുമ്പോഴേക്കും നമ്മൾ പോകാനാവും. ചിലപ്പം വിചാരിക്കും, റബ്ബേ എന്ത് ജീവിതമാണിത്, കുടുംബം ഇവിടെ, നമ്മളൊറ്റക്ക് അവിടെ. അതൊക്കെ ഒരു വിധിയാണടാ. എല്ലാ പ്രാവശ്യം പോകുമ്പോൾ വിചാരിക്കും ഇപ്രാവശ്യം പ്രവാസം അവസാനിപ്പിക്കണമെന്ന്. എന്താ അറിയില്ല, അതിന് കഴിയണില്ല. അങ്ങനെ ഇപ്പോൾ 15 വർഷമായി. തിരിച്ചു പോകുന്ന ദിവസം എടുക്കും തോറും നെഞ്ഞിനൊരു പിടപ്പെടുപ്പ് വരാണ്ട്. പാസ്പോർട്ട് വരെ കീറി വരാൻ തോന്നും. എന്നാ എനിക്ക് ഇവിടെ തന്നെ കൂടെ. ഒരു സാധാരണക്കാരൻ പോയി 3-4 കൊല്ലം നിന്ന് കഴിഞ്ഞാൽ അവന് പിന്നെ കടലിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് പോലെയാണ്. നീന്തി കരക്കണിയാൻ വലിയ പണിയാ. ചെറുപ്പത്തിൽ ഇപ്പോൾ പറയും നല്ലോണം പഠിച്ചു വന്നേ. കടം വാങ്ങിയാണെങ്കിലും ഏതുവരെ വേണമെങ്കിൽ പഠിപ്പിക്കാമെന്ന്. അവർക്കും ഇത് അവസ്ഥ ഉണ്ടായത് കൊണ്ടാവാം നമ്മോട് പറഞ്ഞത്. നമ്മളത് മനസ്സിലാക്കിയില്ല. ഇപ്പൊ ഇതാ അനുഭവിക്കുന്നു. ഏതായാലും നീ ഇന്ന് പോവല്ലേ, നമുക്കൊരു വെള്ളം കുടിച്ച് പിരിയാം. വേണ്ടടാ, കുറച്ച് ടൈമും കൂടെ അല്ലേ ഉള്ളൂ. എന്നാ ഞാൻ പോകാം. ദുആ ചെയ്യണ്ടേ. അസ്സലാമു അലൈക്കും. പാവണല്ലേ, ഓൻ്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ട്, പുറമേ കാണിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെയാണ്. എത്ര വലിയ വിഷമം ഉണ്ടായാലും അത് പുറമേ കാണിക്കില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കും. അതാണ് പ്രവാസി.